നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വാർത്തയാണ് സ്ത്രീകൾക്കെതിരെയും പെൺകുട്ടികൾക്കെതിരെയും അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയൊക്കെയുള്ള പീഡന കഥകൾ. എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അതിനൊക്കെ ഇറങ്ങിപ്പോരുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നിട്ട് വീണ്ടും അടുത്ത പീഡന കേസിൽ പ്രതിയാകും. ഇവനെയൊക്കെ പിടിച്ച് വരിയുടച്ചു വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഇറ്റലിയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഇതുപോലെ തോന്നിയാസം കാണിക്കുന്ന കുറ്റവാളികൾക്ക് മരുന്ന് കുത്തിവെച്ച് അവരുടെ ലൈംഗിക ശേഷി നശിപ്പിക്കുന്ന കെമിക്കൽ കാസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങി, അല്ലെങ്കിൽ നിയമം വരുന്നു എന്നൊരു വാർത്തയുണ്ട്. ഇത് നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇത് നടപ്പിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? വീഡിയോ തുടർന്ന് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതാൻ മറക്കരുത്. ലൈംഗിക കുറ്റവാളികളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ ലൈംഗിക ആസക്തി കംപ്ലീറ്റ് അങ്ങോട്ട് ഇല്ലാതാക്കുക. പിന്നെ അവർ തോന്നലുണ്ടാകരുത്, ഉത്തേജന ശേഷിയൊക്കെ അങ്ങോട്ട് നശിപ്പിക്കുക. പിന്നീട് അമ്മാതിരിയുള്ളൊരു തോന്നലും ഉണ്ടാകേണ്ട, അവൻ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചോട്ടെ, പക്ഷെ അമ്മാതിരി ഒരു ഐറ്റം അവൻ്റെ മനസ്സിലേക്ക് തോന്നേയില്ല, അല്ലെങ്കിൽ കഴിയേയില്ല. അതിനിപ്പോൾ എന്തൊക്കെ മാനസിക പ്രശ്നം ഉണ്ടായാലോ അതൊന്നും ഉത്തരവാദിയല്ല. ഇമാതിരിയുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവർക്ക് അത് തന്നെ പരിഹാരം എന്ന നിലയിലേക്ക് ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതായത് സർജറിയിലൂടെ എന്തെങ്കിലുമൊക്കെ മുറിച്ച് കളയുന്ന ഒരു രീതി, ആ ഒരു സാധനം വേണ്ട എന്ന് പറഞ്ഞ് മുറിച്ച് നീക്കുന്ന രീതിയല്ല, അതൊന്നും അല്ല ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ലൈംഗിക ഹോർമോണുകളുടെ ഉൽപ്പാദനം തടയുന്നതിനുള്ള ആൻറ്റി ആൻഡ്രോജൻ മരുന്നുകൾ ഒരു നിശ്ചിത ഇടവേളകളിൽ ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുക. അങ്ങനെ പിടിച്ചിട്ട് നേരെ കുത്തിവെക്കുക. ഗുളി കൊടുത്താൽ ചിലപ്പോൾ തിന്നോളണമല്ല, തുപ്പിക്കളയും. അതുകൊണ്ട് കുത്തിവെക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും പിന്നെ ഒരു തോന്നും, ഈ മരുന്ന് നിർത്തിയാലോ ഒന്നും. മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ക്രമേണ, അതായത് പിറ്റേന്ന് പോലെ കിട്ടുമെന്നല്ല, മരുന്ന് കുത്തിവെക്കൽ നിർത്തിയിട്ട് പിന്നെ വർഷങ്ങൾ കൊണ്ട് ക്രമേണ അവർക്ക് ലൈംഗിക ശേഷി തിരികെ ലഭിക്കുമെന്നുണ്ടെങ്കിലും ദീർഘകാല ഉപയോഗം അവർക്ക് മുട്ടം പണി കൊണ്ടാവും എന്ന കാര്യം സംശയമില്ല. ഈ കഴിവില്ലാത്തത് മാത്രമല്ല, അവരുടെ അസ്ഥിയിലെ ഉറപ്പങ്ങോട്ട് കുറയും. ചിലപ്പോൾ ഹൃദ്രോഗ സാധ്യത, അറ്റാക്കൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ തട്ടിപ്പോയെന്ന് വരും. പിന്നെ ചിലപ്പോൾ വിഷാദം എന്തായാലും ഉണ്ടാവും. കാരണം അവൻ്റെ ഒരു ആസക്തി അങ്ങോട്ട് ഇല്ലാതായിട്ട് ആ ഒരു തോന്നലേ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒന്നും നടക്കാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷാദം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വിഷാദം പോലെയുള്ള കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് പഠനം പറയുന്നത്. ഇറ്റലിയിലെ നിലവിലെ നിയമം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2024 സെപ്റ്റംബറിൽ ഇറ്റാലിയൻ പാർലമെൻറ്റിൻ്റെ അധോസഭയിൽ ഈ കെമിക്കൽ കാസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിനുള്ള സാധ്യത പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സാങ്കേതിക കമ്മിറ്റിയെ നിയോഗിക്കുന്നതിനുള്ള പ്രമേയം അംഗീകരിക്കപ്പെട്ടു. അതായത് തുടങ്ങി. നമ്മൾ കാണുന്ന വാർത്തകളിൽ പലതും ഇറ്റലിയിൽ ഇത് നടപ്പിലാക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. നിയമപരമായിട്ട് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. പാർലമെൻറ്റിൽ ഒരു കമ്മിറ്റിയെ പഠനത്തിനായിട്ട് നിയോഗിച്ചു. അതിനർത്ഥം രാജ്യത്തെ നിയമപരമായി മാറി എന്നല്ല, പക്ഷേ മാറിയേക്കാം. ഒരു ബില്ലായി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ഇത് പാസ്സാക്കുകയും പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്താൽ മാത്രമേ നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ അവിടെ അത് പ്രാബല്യത്തിൽ വരുള്ളൂ. ലീഗ് പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ള ആ നിർദ്ദേശത്തിൽ കുറ്റവാളി ആരാണോ അവൻ്റെ സമ്മതത്തോടെ അങ്ങോട്ട് ചികിത്സയ്ക്ക് നടത്താം. അല്ലാതെ ബലമായി പിടിച്ച് കുത്തിവെക്കുകയല്ല, അവൻ്റെ സമ്മതത്തോടു കൂടി അവന് ആ കുത്തിവെപ്പ് നടത്താം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുത്തിവെപ്പ് മാത്രം എടുത്താൽ മതി, അവന് സമൂഹത്തിൽ നടക്കാം, അല്ലെങ്കിൽ അകത്ത് കിടക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ ഒരു പ്രധാന രീതി എന്ന് പറയുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നവർ സ്വമേധയായി ചികിത്സയ്ക്ക് ഞാനതിന് തയ്യാറാണ് എന്നങ്ങോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന് ജയിൽ ശിക്ഷ ഇളവ് കൊടുക്കാം. കുറച്ച് കാലം മാത്രം കിടന്നിട്ട് പിന്നെ അവനെ ഇറക്കി വിടാം. ഈ മരുന്നിങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരുന്നാൽ മതി, ആ പണിക്ക് പോകില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അത്രയേ ഉള്ളൂ. അതാണ് ആ പദ്ധതിയുടെ ഒരു രൂപരേഖ എന്ന് പറയുന്നത്. ഇറ്റലിയിൽ ഇതിനു മുമ്പും പല ഘട്ടങ്ങളിലും ഇത്തരങ്ങൾ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും രാജ്യത്ത് അത് നിർബന്ധിത ഒരു നിയമമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. സൂചന കിട്ടുന്നതനുസരിച്ച് അവിടെയും ഇവിടെയും ഒക്കെ പരീക്ഷണ ഘട്ടങ്ങൾ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റലിയിലെ വലതുപക്ഷ സർക്കാരിൻ്റെ അവരുടെ പ്രമുഖ കക്ഷിയായിട്ടുള്ള ലീഗ് പാർട്ടിയും അതിൻ്റെ നേതാവും ഉപപ്രധാനമന്ത്രിയുമായിട്ടുള്ള മാറ്റിയോ സാൽവിനുമാണ് ഈ ആവശ്യത്തിൻ്റെ പ്രധാനമായിട്ടും ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. വേണം എന്ന് പറയുന്നത്, നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ സുരക്ഷാ നിയമ നിർമ്മാണങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇതും ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. ഇവരെ വരിയടക്കലും കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് കർശന നിയമങ്ങൾ വേണമെന്നും വീണ്ടും ഇമാതിരിയുള്ള തോന്നിയാസങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ബലാത്സംഗ വീരന്മാരെയും പീഡോഫൈലുകളെയും ഒക്കെ അവരുടെ ആസക്തി ഇല്ലാതാക്കാൻ വേണ്ടി കെമിക്കൽ കാസ്ട്രേഷൻ മാത്രമാണ് പോംവഴിയെന്നും ലീഗ് പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, വാദിക്കുന്നുമുണ്ട്. എന്നാൽ ഇറ്റലിയിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടി, പിന്നെ മനുഷ്യാവകാശ സംഘടനകൾ, നിയമവിദഗ്ധർ ഇവരൊക്കെ ഈ നീക്കത്തെ അതിശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. കുറ്റവാളിയായാലും അവനൊരു വ്യക്തിയാണ്,
അവൻ്റെ ശരീരത്തിൽ ഇമാതിരിയുള്ള കഠിനമായ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ശിക്ഷാരീതികൾ അടിച്ചേൽപ്പിക്കുന്നത് ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് എന്നാണ് അവരുടെ പ്രധാന വാദം. യുവമാർ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഭരണഘടനയെ ബാധിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. മുമ്പ് ഫാസിസ്റ്റ് ഭരണകാലത്ത് നിലനിന്നിരുന്ന ക്രൂരമായ ശിക്ഷാരീതികളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഹിറ്റ്ലറുടെയൊക്കെ ഭരണകാലത്തുണ്ടായിരുന്ന ആ രീതികളിൽ ഒന്നാണ് ഇതെന്നും അല്ലെങ്കിൽ അതിനെയത് ഓർമ്മിപ്പിക്കുന്നതെന്നും ഇതിനെ എതിരെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, അന്താരാഷ്ട്ര മനുഷ്യാവകാശ കരാറുകൾ പ്രകാരം വ്യക്തികളെ അവരുടെ സമ്മതമില്ലാതെ മെഡിക്കൽ പരീക്ഷണങ്ങൾക്കോ വന്ധ്യംകരണത്തിനോ വിധേയമാക്കുന്നത് കുറ്റകരമാണ്. കൂടാതെ ലൈംഗിക അതിക്രമങ്ങൾ കേവലം ഉത്തേജനം കൊണ്ട് മാത്രം സംഭവിക്കുന്ന അല്ല എന്ന് മറ്റൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. അവരുടെ അധീശത്വം, അക്രമവാസന ഇതൊക്കെ കൊണ്ടുണ്ടാകുന്നതാണ് എന്നും അതിനാൽ മരുന്ന് നൽകിയത് കൊണ്ട് മാത്രം അക്രമവാസന മാറുകയില്ല എന്നും മനഃശാസ്ത്രജ്ഞരും ബാധിക്കുന്നുണ്ട്. പക്ഷേ മരുന്ന് കൊണ്ട് ഈ സാധനം അങ്ങോട്ട് മര്യാദയ്ക്ക് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പീഡനം നടക്കില്ല എന്നത് എന്തേ ഇവർക്ക് അംഗീകരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇറ്റലി ആകട്ടെ അതിൻ്റെ അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എങ്കിലും ലോകത്തിൻ്റെ മറ്റ് ചില രാജ്യങ്ങളിൽ കെമിക്കൽ കാസ്ട്രേഷൻ വ്യത്യസ്ത രീതിയിൽ നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് പോളണ്ടിൽ നിർബന്ധിത കെമിക്കൽ കാസ്ട്രേഷൻ നിയമമുണ്ട്. ഏഷ്യയിൽ ഈ നിയമം ആദ്യം കൊണ്ടുവന്ന രാജ്യങ്ങളിലൊന്നാണ് ദക്ഷിണ കൊറിയ. കാലിഫോർണിയ, ഫ്ലോറിഡ അടക്കം ചില US സംസ്ഥാനങ്ങളിൽ ഈ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നിബന്ധനകളോടെ കെമിക്കൽ കാസ്ട്രേഷൻ അനുവദിക്കുന്നുണ്ട്. റഷ്യ, എസ്റ്റോണിയ, മാൾഡോവ തുടങ്ങിയ രാജ്യങ്ങളിലും ചില പ്രത്യേക ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഇത്തരത്തിലുള്ള ചികിത്സാ രീതി നിയമപരമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഇറ്റലിയിൽ ബലാത്സംഗം ചെയ്യുന്നവർക്കും കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കും മരുന്ന് കുത്തിവെച്ച് ലൈംഗിക ശേഷി നശിപ്പിക്കുന്ന നിയമം കൊണ്ടുവരണമെന്ന ആവശ്യം ഇന്നത്തെ രീതിയിലുള്ള ഭരണകൂടം പ്രമേയങ്ങളുമൊക്കെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഇറ്റലിയിൽ ഇതൊരു നിയമമായി മാറിയിട്ടില്ല, നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ നേരെ തിരിച്ചാണ്. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഇമാതിരിയുള്ള അസുഖങ്ങളും ഞരമ്പുകളും രോഗങ്ങളും കുറച്ച് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇതൊന്ന് നടപ്പിലാക്കണം. ഇമാതിരിയുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്ന വടക്കൾക്ക് എന്തായാലും മുറിച്ചങ്ങോട്ട് കളയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ സ്ഥാനത്ത് ഇമാതിരി മരുന്ന് കൊടുത്തിട്ട് ഒരു വഴിക്കാക്കുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്നൊരു അഭിപ്രായമുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? Different angles. Don't forget to subscribe and support this channel.